ആരോഗ്യമേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് ഹെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. സംസ്ഥാനത്തെ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരെ ആശങ്കയിലാക്കി സേവന കാലാവധി വെട്ടിച്ചുരുക്കി സംസ്ഥാന സർക്കാർ. ഒരു വർഷക്കാലത്തേക്ക് പുതുക്കാറുള്ള കാലാവധി 3 മാസമായാണ് ചുരുക്കിയത്. NHM സംസ്ഥാന ഡയറക്ടറുടെ ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തുവന്നു. 30-ാം തീയതിയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ സംസ്ഥാന ഡയറക്ടറുടെ ഉത്തരവ് പുറത്തിറങ്ങിയത്. സാധാരണ ഒരു വർഷത്തേക്കാണ് നാഷണൽ ഹെൽത്ത് മിഷനിലെ ആരോഗ്യ പ്രവർത്തകരുടെ കരാർ പുതുക്കാറുള്ളത്. അത് 3 മാസമായി വെട്ടിക്കുറച്ചാണ് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. നിലവിലുള്ള തൊഴിലാളികളെ പിരിച്ചുവിട്ട് ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് NHM എംപ്ലോയീസ് ഫെഡറേഷൻ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മീര പറഞ്ഞു. ഇന്നലെ റിലീസ് ചെയ്ത പുതിയ സർക്കുലർ പ്രകാരം NHMലെ ജീവനക്കാർക്ക് 3 മാസം മാത്രമാണ് കാലാവധി പുതുക്കി നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ അങ്ങനെയല്ല വരുന്നത്. എല്ലാ വർഷവും ഒരു വർഷത്തെ കാലാവധിക്കാണ് NHMൽ 17,000-ഓളം വരുന്ന ജീവനക്കാർ ജോലി ചെയ്യുന്നത്. അപ്പോൾ കാലാവധി പുതുക്കുമ്പോൾ ഒരു വർഷം എന്ന രീതിയിലാണ് പുതുക്കി വരുന്നത്. പക്ഷേ ഇന്നലെ ഇറങ്ങിയ ഓർഡർ പ്രകാരം 3 മാസത്തേക്ക് മാത്രമാണ് NHMൻ്റെ ജീവനക്കാരുടെ എല്ലാ ജീവനക്കാരുടെയും അത് 17,000-ഓളം വരുന്ന ജീവനക്കാരുടെ കാലാവധി പുതുക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. കാരണം ഒരു പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കാലാവധി പുതുക്കി നിശ്ചയിക്കുന്ന ഒരു രീതി ഉള്ളത്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഈ 3 മാസം ഉള്ളത്? ഇപ്പോൾ ജോലി ചെയ്തവരും ചെയ്യാത്തവരും തമ്മിലൊരു അന്തരമില്ല. 3 മാസം കഴിഞ്ഞാൽ ഇനി പെർഫോമൻസ് അപ്രൈസൽ വീണ്ടും വരും. അതിൽ ഞങ്ങളുടെ എല്ലാം പുതുക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഈ പറയുന്ന 17,000-ഓളം പേർക്ക് ഉണ്ട്. ഒരു പ്രതിഷേധം എന്തായാലും ഉണ്ടാവുമല്ലോ. ജീവനക്കാരുടെ സംഘടന എന്ന നിലയ്ക്ക്, ജീവനക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടന എന്ന നിലയ്ക്ക് കൃത്യമായി എല്ലാ ജീവനക്കാർക്കും വേണ്ടി യൂണിയൻ എന്തായാലും ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ഓൾറെഡി. അത് വീണ്ടും സംസ്ഥാന കമ്മിറ്റി കൂടി അതിന് തീരുമാനങ്ങളെടുത്ത് എത്രത്തോളം ഇത് ഡെപ്തിലേക്ക് വരുന്നു എന്ന് നോക്കിയിട്ട് നമ്മൾ എന്തായാലും പ്രതിഷേധ പരിപാടി ആസൂത്രണം ചെയ്യും. 19 വർഷമായി പ്രവർത്തിക്കുന്ന നാഷണൽ ഹെൽത്ത് മിഷനിൽ ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ ഉൾപ്പെടെ 17,000-ഓളം തൊഴിലാളികളാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. You are watching VCV News.